എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചാൽ ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് നമ്മളൊരു യാത്ര, അത് വളരെ ഒരുപാട് ദൂരയാത്രയല്ല, വളരെ ചെറിയൊരു യാത്ര, കുറഞ്ഞ ദൂരത്തിലുള്ളൊരു യാത്ര, നമ്മളെ ഒരു നാട്ടിൻപുറ ഗ്രാമ കാഴ്ചകളാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, റോഡ് അല്ലെങ്കിൽ ആ വഴി, അതാണ് ഇപ്പോൾ നമ്മളിന്ന് കാണുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞാൻ സഞ്ചരിച്ച ഒരു വഴിയാണ്. അതാണ് ഇപ്പോൾ നമ്മളിന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഇതിപ്പോൾ ആനക്കയം എത്തുന്നേ ഉള്ളൂ. മഞ്ചേരിയിൽ നിന്ന് വരുന്ന റോഡാണിത്. ആനക്കയം എത്താനായി. ഇപ്പോൾ നമ്മൾ ആനക്കയത്തിന് പിന്നെ തിരിഞ്ഞു പോകാണ്ട് നമുക്ക് പെരിന്തൽമണ്ണ റോഡിന്. അങ്ങനെയാണ്. അതാണിപ്പോൾ ഞാൻ യാത്ര ചെയ്തിരുന്ന ഞങ്ങളെ ആ ഒരു റോഡ്. വേറൊരു വഴിയുണ്ട്, അത് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. ഇത് അതിന് പകരം നമുക്ക് സാധാരണ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ആ വഴിക്കാണ് പോകുന്നത്. അതിപ്പോൾ അങ്ങനെ പോയി നേരെ നമുക്ക് പന്തലൂരൊക്കെ വഴി നേരെ അങ്ങനെ പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ആനക്കയത്ത് നിന്ന് മലപ്പുറം റോഡ് നേരെ പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആ പെരിന്തൽമണ്ണ റോഡിലാണ്. ഇനി ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ അങ്ങനെ പോവാണ്. നമ്മൾ ഇവിടുന്നാണ് തിരിയുന്നത്. നേരെ താഴെ പോകുന്നത് പന്തലൂർ റോഡാണ്. അത് ഇപ്പോൾ പുതിയതായിട്ട് ആ പാലൊക്കെ വന്നതിന് ശേഷമാണ് ആ വഴിക്ക് ബസ്സൊക്കെ പോകൽ തുടങ്ങിയത്. അത് കുറഞ്ഞ ദൂരമേ ഉള്ളൂ പന്തലൂർക്ക്. അതിന് പകരം ഇതായിരുന്നു ആദ്യത്തെ വഴി. ആദ്യകാലം മുതൽക്കേയുള്ള ആ ഒരു വഴി ഇതാണ്. അതായത് പന്തലൂർ മഞ്ചേരി റോഡ്. അതായത് ഇപ്പൊക്കെ നമ്മൾ പെരിന്തൽമണ്ണ റോഡാണിത്. അവിടുന്ന് തിരിയുന്നത് സ്ഥലം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് ആനക്കയം പാലം. ഇത് പഴയ പാലാണ്. ഇതൊക്കെ ആദ്യകാലത്തുള്ള പാലാണ്. നമ്മളിപ്പോൾ രാവിലെയാണ്, നേരം ഒരു 7:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. 7:45 രാവിലെ തന്നെയാണ്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് ഇന്നൊരു മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഈ വെയിലൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെയുള്ളൊരു യാത്ര. വെയിലെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മഴയായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ വന്ന് ഇവിടെ നമുക്ക് ഇനി ഇവിടെ ഒരു കുറച്ച് വളരെ പ്രസിദ്ധമായൊരു സ്ഥലം തന്നെയാണ്. കാരണം സ്ഥലം എന്നുള്ള അവിടെ ഒരു നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, പൂങ്കുടിൽ മന. നമ്മളെ ഈ മാനസികാരോഗ്യ ചികിത്സയിലൊക്കെ വളരെ പേരുകേട്ട ഒരു പരമ്പരാഗതമായ ആ ഒരു രീതിയിൽ ചികിത്സിക്കുന്ന സ്ഥലമാണ്. അതാണ് ഇപ്പോൾ ഈ ഇടത്തെ സൈഡ്. ഇപ്പോൾ അവിടെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു എൻട്രൻസിലാണിത്. പിന്നെ ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇടത്ത് ഭാഗത്ത് ആ ചുവന്ന ആ ഒരു ഗേറ്റ് പോലെ കണ്ടില്ലേ നമ്മൾ, കവാടം. അപ്പോൾ ഈ ചുവന്ന മതിൽ കാണുന്നത് അതൊക്കെ ആ ഒരു പൂങ്കുടി മനേൻ്റെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്നാണ്ട് പോകുന്നതാണ് പെരിന്തൽമണ്ണ റോഡ്. അതിന് പകരം നമ്മളിവിടെ ഇടത്തോട്ടാണ് തിരിയുന്നത്. അപ്പോൾ നേരെ പെരിന്തൽമണ്ണ റോഡ് പോയി ഇവിടെ കയറിയിട്ടാണ് പോയി. ഇതാണ് പന്തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴി, അതായത് റോഡ്. ഇവിടെയാണ് നമ്മൾ തിരിയുന്നത്. ഇതായിരുന്നു ആദ്യകാലത്തെ റോഡ്. ഈ റോഡൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഈ വഴിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും മാത്രമേ വരലുള്ളൂ. ഇതാണ് ഇപ്പം ഇവിടുന്ന് ഇത് നേരെ പന്തലൂർക്ക് ഉള്ള റോഡാണ്. അങ്ങനെ നേരെ നമ്മൾ ഒറോമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് തട്ടും. അപ്പോൾ ഒറോമ്പുറത്തേക്ക് ഈ വഴിക്ക് പോവുക ചെയ്യുന്നത്. ഇതിൽ കൂടുതലും പന്തലൂർ ഭാഗത്തേക്കുള്ള ആ ഒരു വില്ലേജിലുള്ള ആളുകളാണ് കൂടുതലും യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. അവർക്ക് ആ ഭാഗത്തുള്ളവരായിരിക്കും കൂടുതൽ. മറ്റു വാഹനങ്ങളൊക്കെ നമുക്ക് പെരിന്തൽമണ്ണ വഴി അങ്ങനെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രാദേശികമായിട്ടുള്ള ഒരു നാടൻ ഗ്രാമം ആണ്. ആ ഗ്രാമ കാഴ്ചകളാണ് ഇനി. ഒരുപാടായി ഇതിൽ യാത്ര ചെയ്തിട്ട്. അതിപ്പോൾ നേരെ വേറൊരു വഴിയുണ്ട് എളുപ്പത്തിലെത്തുന്നത്. അതാണ് ആനക്കയത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നത്. നമ്മൾ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു പോയപ്പോൾ കാണിച്ചില്ലേ, ആ ഒരു പാലം കടക്കാതെ വേറൊരു പാലമുണ്ട്, ഒരു പുതിയ പാലം. ആ വഴിയാണ് ഞങ്ങളൊക്കെ എപ്പോഴും വരലാണ്. ഇതിൽ വരലില്ല. ഇതായിരുന്നു ആദ്യ കാലത്തെ വഴി. നമ്മൾ പറഞ്ഞല്ലോ, നല്ല രസമുള്ള നാടൻ ഗ്രാമ കാഴ്ചകളാണ്.
ഇനിയാണ് ഇപ്പൊ നമുക്ക് വരുന്നത് എന്താ വെച്ചാല് വേറെ ഇത് ഇവിടെ തന്നെ കുറച്ച് ചെറിയൊരു അങ്ങാടി ഉള്ളൊരു സ്ഥലമാണ് ഇനി വരുന്നത്. ചേപ്പൂര് എന്ന് പറയും ഈ ഒരു ഭാഗത്തിന്. അപ്പൊ അവിടേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. ഇവിടെ ഒരു AM-LP സ്കൂളുണ്ട്, തൊട്ട് വലതുഭാഗത്ത് കാണാം. വലതുഭാഗത്തൊക്കെ മലമ്പ്രദേശങ്ങളാണ്, നേരെ മോൾ ഭാഗത്ത് കിട്ടും. ഈ അടുത്തല്ല, അതൊക്കെ ഞങ്ങളെ തറവാട് വീടിന്റെ അവിടുന്ന് മോൾ ഭാഗത്ത് കൂടെ നേരെ മേലേക്ക് നമ്മള് നടവഴികളാണ്, ഈ നടക്കുന്ന തരത്തിലുള്ള വഴികളാണ്. ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. ഇതിവിടെ ചെറിയൊരു കയറ്റുണ്ട്, അതൊരു ചേപ്പൂര് കയറ്റം എന്നാണ് ഇത് പറയാം. കാരണം അത്യാവശ്യം ഒരു കയറ്റമുള്ളതാണിത്. പണ്ട് ഞങ്ങളൊക്കെ ബൈക്കൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതിലായിരുന്നു ഓടിച്ച് പഠിച്ചിരുന്നത്. കാരണം അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആണല്ലോ, ഈ കയറ്റത്തിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് വഴി ഇടയിൽ നിർത്തി പ്രാക്ടീസ് ചെയ്യാനൊക്കെ. അപ്പം അന്ന് ഒരുപാട് ചിലപ്പോൾ നമ്മളൊരു വാഹന തിരക്കൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും രാത്രി അന്നൊക്കെ പഠിച്ചിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ആ ഒരു കയറ്റാണിത്. ഇത് ബസ്സൊക്കെ നിറയെ ആളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പതുക്കെ കയറി വരല്. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു കയറ്റം. അത് നമ്മൾ കഴിഞ്ഞു. ചിറ്റത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഈ ഇടത്തെ ഭാഗത്ത് കാണുന്നതാണ് മഞ്ചേരിക്കുള്ള ഒരു റോഡാണിത്. ഇപ്പം നമ്മൾ വന്നത് ആദ്യകാലത്തെ റോഡ് മഞ്ചേരിക്കുള്ള. ഇതിപ്പോൾ പാലം വന്നതിന് ശേഷമുള്ള റോഡ്, ഇപ്പോൾ ഈ ഇടത്ത് ഭാഗത്ത് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മൾ പോവാണ് പന്തലൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാ ഈ ഒരു വലത്തോട്ട് പോകുന്നതാണ് ഞങ്ങളെ തറവാട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ അതിന് പോവാതെ ഇങ്ങനെയാണ് ബസ് പോവുക. അതൊക്കെ നമുക്ക് സാധാരണ നമ്മളെ കാറ് ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന വഴിയാണ്. അതിൽ പിന്നെ ബസ് റൂട്ടൊന്നുമില്ല. ഇത് നമ്മൾ നേരെ ഇങ്ങനെതാ ഈ ഒരു പന്തലൂർ ഭാഗത്തേക്കുള്ള റോഡാണ്. ഇതാണിപ്പോൾ ബസ് ഓടിയിരുന്ന ആദ്യ കാലത്തെ റോഡാണിത്. ഇപ്പോൾ അമ്മയൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യത്തെ അനുഭവങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നത്തെ ആ ഒരു റോഡും ആ ഒരു സാഹചര്യങ്ങളൊക്കെ പറ്റി. ഇന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇനിയിപ്പോൾ അതവിടെ പന്തല്ലൂർ എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാം നമുക്ക് ഇടത്തു ഭാഗത്ത്. ഇപ്പം മഞ്ചേരിക്ക് പോകുന്ന ഒരു ബസ് അവിടുന്ന് വരുന്നുണ്ട് ആ വഴിക്ക്. ഇതിപ്പോൾ പന്തല്ലൂർ ടൗൺ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു സ്ഥലമാണ് മില്ലുംപടി എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലം. ഇവിടുന്നൊക്കെ വലത്ത് ഭാഗത്ത് നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ വയലാണ്. വയലിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താം. അതായത് ഞങ്ങളെ തറവാട് വീടിൻ്റെ ഭാഗത്തേക്ക് എത്താം. UP സ്കൂൾ, ഞാൻ പഠിച്ച UP സ്കൂളൊക്കെ ഈ വലതു ഭാഗത്ത് അതിലൂടെ പോയിട്ടാണ്. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മനെയാണ്. ഇപ്പോൾ ആ ഒരു ഗേറ്റ് കവാടം കാണുമ്പോൾ തന്നെ അതായിരുന്നു. അപ്പം അതിലേക്ക് ഞങ്ങൾ നടന്നു വന്നിരുന്നത്, കുട്ടിക്കാലത്ത് നടന്നു വന്നിരുന്നത് ഇതിലായിരുന്നു സ്കൂളിലേക്ക് ഒക്കെ പോകാനും. ഇതാ അപ്പം നമ്മൾ പന്തലൂർ ടൗണ് പ്രവേശിക്കായി. രാവിലെ ഇങ്ങനെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ടൗണാണ്. ഇപ്പോൾ പന്തലൂർ ടൗണ് തുടങ്ങി. പലതരത്തിലുള്ള കടകൾ, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ആയി ഇപ്പോൾ ഇവിടെ. ഇപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത ടൗണായി മാറിയിട്ടുണ്ട്. എൻ്റെ ഒരു ചെറുപ്പത്തിൽ ആ ഒരു കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെ ഇത്ര വന്നിട്ടില്ല, ആയിട്ടില്ല. പിന്നെ കടകൾ തുറക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാഴ്ചകൾ കായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് നമ്മളിതാ കടമ്പോട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെയാണ് ഞങ്ങൾ കൂടെ ബാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ പന്തലൂര് പന്തലൂർ ഹിൽസിലേക്ക് പോകുന്ന വഴിയാണ് ഈ വലത്തെ ഭാഗത്ത് കാണുന്നത്. ഹൈസ്കൂളിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. ഈ വഴിക്കായിരുന്നു ഞങ്ങളൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോയിരുന്നത്. അതായത് ഹൈസ്കൂളിലേക്ക് പോകാൻ വന്നിരുന്നത്. ഇപ്പോൾ വലത്ത് ഭാഗത്ത് കൂടെ പോയാൽ ഹൈസ്കൂളിലേക്ക് പോകാം. ഇനി അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകണം. ഇതാണ് കടമ്പോട് എന്ന് പറഞ്ഞൊരു ടൗൺ. ഇതും തിരക്കില്ലാത്ത ടൗണാണ്. അപ്പോൾ ഹൈസ്കൂളിലേക്ക് പോയിരുന്ന വഴി അവിടെ കണ്ടു നമ്മൾ. ആ ഭാഗത്തു നിന്നാണ് അങ്ങനെ. LP സ്കൂൾ പിന്നെ പന്തലൂർ ടൗണിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ വന്നു. ആദ്യകാലത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ പമ്പ് ഇവിടെ വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്
അടുത്ത സ്ഥലം. നേരെ വന്നു. ഇനി ഇപ്പോൾ ഇടത്തെ ഭാഗത്തൊക്കെ ഒന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പുഴയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ട പുഴ. അപ്പോൾ ഇനി വരുന്ന സ്ഥലമാണ് മുടിക്കോട്. ഈ ഒരു സ്ഥലത്തിന് വളരെയധികം പ്രത്യേകത, ഞങ്ങളൊരു ജീവിതത്തിൽ വളരെയധികം പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസൊക്കെ ഈ മുടിക്കോടാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ, കുറച്ച് കണക്ക് പോയി കഴിഞ്ഞാൽ ആയി. ഇവിടെ ഒരു മസ്ജിദൊക്കെ ഉണ്ട്. അതിന്റെ നേരെ തൊട്ടപ്പുറത്ത് ഇപ്പൊ ആ ഇടത്തെ ഭാഗത്ത് കാണുന്ന, ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ കാണുന്നില്ല, ഒരു പോസ്റ്റൊക്കെ കാണുന്നുണ്ടല്ലോ, അതാ ആ ഭാഗത്താണ് പന്തലൂർ വില്ലേജ് ഓഫീസ്. ഇവിടെ ആയിരുന്നു അച്ഛൻ ജോലി ചെയ്തിരുന്നത്, ആ ഒരു വില്ലേജ് ഓഫീസ്. പിന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം നിൽക്കുന്ന, വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് മുടിക്കോട്. അപ്പൊ ഇതിന്റെ ഈ ഇടത്തെ ഭാഗത്തായിട്ടാണ് വില്ലേജ് ഓഫീസ്, ഇടത്തെ ഭാഗത്താണ്. അപ്പൊ അച്ഛന് വളരെയധികം അടുപ്പുള്ളൊരു ടൗൺ കൂടിയാണത് ഈ പന്തലൂർ കഴിഞ്ഞാൽ. കാരണം അത്രയും അധികം സൗഹൃദമുള്ളൊരു സ്ഥലം, പിന്നെ ജോലി ചെയ്ത സ്ഥലമല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ മുടിക്കോട് എന്ന് പറഞ്ഞത്. ഇവിടെ ഇതും നല്ല അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെയാണ്. ഇതൊക്കെ സമയമാവുന്നേ ഉള്ളൂ കടകളൊക്കെ തുറന്നു വരാൻ, അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ചകൾ, ഇതൊരു എന്താ പറയുക, ഇനി അടുത്ത് നമ്മൾ പ്രവേശിക്കുന്നത് നരിയാട്ടുപാറ എന്ന് പറയും. ഇതൊരു ഭയങ്കര, കാരണം ഇവിടെ നിന്ന് ആദ്യം ആരും അങ്ങനെ അധികം യാത്ര ചെയ്യാത്ത ഒരു സ്ഥലമായിരുന്നു. ഇങ്ങനെ റോഡുണ്ട് എന്നല്ലാതെ ഒരു കുറച്ച് അധികം ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇതിലൊക്കെ ഞങ്ങൾ വണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്, ഈ ബൈക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് വന്നതാണ്. ഇതാണ് ഇപ്പൊ നമുക്ക് നരിയാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രാദേശികമായ ഒരു സ്ഥലമുണ്ട്, അതിലങ്ങനെ പോവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി അങ്ങനെ പോവാണ്. ഇത് ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ചേപ്പൂര് കയറ്റം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കാണ്, ഇങ്ങോട്ട് വരുമ്പോഴാണ് കയറ്റം. ആ കയറ്റം കൂടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഇറക്കാണ്, ഭയങ്കര വലിയൊരു ഇറക്ക. പിന്നെ പൊതുവെ ഇവിടെ ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. ഇപ്പോഴൊക്കെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ കാരണം ഭയങ്കര ഇതാണ്. ഇതിലിങ്ങനെ നമ്മളിപ്പോഴും വണ്ടിയൊക്കെ പോകുമ്പോൾ, ബൈക്കിനൊക്കെ പോകുമ്പോൾ ഒരു പേടിയാണ് ശരിക്കും. ഇത് ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ടല്ലോ കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഇങ്ങനെ ഈ ഇറക്കം കണ്ടില്ലേ, ഇത് മനോഹരമായൊരു ഇതാണ് സ്ഥലം. ഈ സ്ഥലം നമ്മൾ ഇറങ്ങി വന്നു. ഈ ഇറക്കാണിത്. അങ്ങോട്ട് പോകുമ്പോഴാണ് കുറച്ച് നല്ല കയറ്റുണ്ട്, അങ്ങോട്ട് വരുമ്പോൾ സുഖമാണ്. ഒക്കെ തന്നെ നല്ല നാടൻ ഒരു ഗ്രാമ ആ രീതി തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയുള്ള ഇത് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇതൊക്കെ. സൈഡിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കൃഷി കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത് നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. അതായത് അടുത്ത് ചെറിയൊരു അത്യാവശ്യം തിരക്കില്ലാത്തൊരു ടൗൺ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മുടിക്കോട് എന്നൊക്കെ പറഞ്ഞ നേരത്തെ കണ്ട സ്ഥലം, അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലം, അപ്പം ആ ഒരു അതുപോലെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇതും. അത്യാവശ്യം തിരക്കില്ലാത്തൊരു. ഞാൻ ഇപ്പോൾ ഇതിലൊക്കെ വന്നിട്ട് ഒരുപാടായി. പന്തലൂർ ടൗൺ വരെയൊക്കെ നമ്മൾ വരുന്നുണ്ട് ഞാനും. ഇതാണിത്, നമ്മൾ ആമക്കാട് എന്ന് പറഞ്ഞ കിടങ്ങയം, കിടങ്ങയം, അതാണിപ്പോൾ ശരിക്കുള്ളൊരു പേര്. ആ ടൗണാണിത്. ഇതും ചെറിയൊരു തിരക്കില്ലാത്തൊരു ടൗണ്. ഈ ഭാഗത്തു നിന്നൊക്കെ സ്കൂളിലേക്ക്, പന്തലൂർ ഹൈസ്കൂളിലേക്കായിരുന്നു പഠിക്കാൻ വന്നിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണിത്. ഇവിടുന്നൊക്കെ അങ്ങോട്ടാണ് വരിക. അപ്പം അന്നത്തെ കാലത്ത് സ്കൂള്, നമ്മൾ ഈ സ്കൂളുകളാണല്ലോ എല്ലാവരെയും തമ്മിലൊരു കുട്ടിക്കാലത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. പഠനം മാത്രമല്ലല്ലോ, സാമൂഹ്യമായൊരു ബന്ധങ്ങളും കൂടിയും വരികയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇപ്പം അതോടുകൂടി ഏകദേശം കഴിഞ്ഞു. ഇതാണ് ശരിക്കും പന്തലൂർ വില്ലേജിലെ ഈ ഒരു റോഡിൽ വരുന്ന കാഴ്ചകൾ. ഇത് പ്രധാന ടൗണുകളൊക്കെ ഏറെക്കുറെ ഇതാണ്.
ഇവിടെ നല്ല കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടുന്നൊക്കെ ഒന്നിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ഒരു കണ്ടോ ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, ആനക്കയം പഞ്ചായത്തിന്റെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മൾ കീഴാറ്റൂർ പഞ്ചായത്തേക്ക് കയറുകയാണ്. ഇവിടെ സൈഡിൽ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പാലം കണ്ടു ഒക്കെ പഴയ കാലത്തെ. അപ്പോൾ ഇനി കീഴാറ്റൂർ പഞ്ചായത്താണ്. അപ്പോൾ നേരത്തെ കയറി ഞങ്ങൾ ആനക്കയം പഞ്ചായത്തിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി നമുക്ക് കീഴാറ്റൂർ പഞ്ചായത്താണ്. നമ്മൾ കീഴാറ്റൂർ മേലാറ്റൂർ എന്നൊക്കെ കേട്ടില്ല. അപ്പോൾ അത് ആ കീഴാറ്റൂരും നമ്മൾ പെരിന്തൽമണ്ണ റോഡിന് പോയിട്ട് ഉള്ള സ്ഥലങ്ങളാണിത് ഇവിടുന്ന്. അപ്പോൾ അതാണ് ഇപ്പം അങ്ങനെയാണ് ഈ ഒരു റൂട്ടിലേക്ക് നമ്മൾ ചാടി. ഒക്കെ ഈ ഒരു മെയിൻ റോഡ് തന്നെയാണ്. വലത്തു ഭാഗത്ത് വയലാണ്. ഇത് നല്ല. ഇപ്പം നമ്മൾ നേരെ ഇങ്ങനെ ഈ ഒരു റോഡ് കണ്ടില്ലേ, നമ്മൾ അവിടുന്ന് നേരെ വെള്ളിക്കാപ്പറ്റ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പെരിന്തൽമണ്ണ റോഡ് നേരെ പോകുന്ന അവിടുന്ന് കയറി പോയിരുന്ന റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു റോഡ് ഈ ഒരു രൂപത്തിലുള്ളത്. റോഡ് അവസാനിക്കുന്നില്ല. ഈ ഒരു ഇനിയിപ്പോൾ ഒറോമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തി. പെരിന്തൽമണ്ണക്കാണ് വലത്തോട്ട് പോകുന്നത്, അത് പെരിന്തൽമണ്ണ റോഡ്. ഇനി ഈ ഇടത്തോട്ട് പോകുന്നത് പാണ്ടിക്കാട്. ഇതാണ് ഒരു ജംഗ്ഷൻ. ഇതുവരെ ഉള്ള സ്ഥലങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് പോകാനാണെങ്കിൽ ഇവിടെ ബസ് ഇറങ്ങും, എന്നിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് ബസ് കയറുക ചെയ്യാം. ഈ റോഡ് നേരെ പോകുന്നത് പാണ്ടിക്കാട്ടിക്കാണ്. നമ്മൾ ഇനി കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു റോഡിലത്തെ അവസ്ഥ, അതായത് നമ്മൾ വരുന്ന സ്ഥലം. ഇത് നല്ല തിരക്കുള്ള റോഡാണ്. ഇത് പാണ്ടിക്കാട് പിന്നെ പെരിന്തൽമണ്ണ റോഡാണ്. മാത്രമല്ല ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂർ റോഡുണ്ട്, ഊട്ടി റോഡ്. പെരിന്തൽമണ്ണയെന്ന് ഊട്ടി റോഡ് എന്നാ പറയുക ഈ റോഡിന്. ഇപ്പം ഇതിങ്ങനെ പെരിന്തൽമണ്ണയ്ക്ക് ഇനി ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്, പക്ഷെ ആ റോഡാണ് ഇപ്പം ഇത് നിറയെ വണ്ടികൾ പോകുന്ന സ്ഥലമാണ്. ഒറോമ്പുറം പാലം അതാണ് ഇപ്പം ഇത്. കണ്ടോ ഇവിടെ ഒരു പാലമുണ്ട്. നമ്മൾ ഈ പാലം കഴിഞ്ഞാൽ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോന്ന് നേരെ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാം ഒറോമ്പുറം കഴിഞ്ഞിട്ടുള്ള ആ പാലം കഴിഞ്ഞ് നിൽക്കുന്ന അവിടെയാണ്. ഇപ്പോൾ അവിടെ വന്ന് നിന്നു നമ്മൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണം, തിരിച്ചനെ പോവാണ്. ഒന്നിവിടെ ഇരുന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവായി. ഏതായാലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും വല്ല ജ്യൂസോ ചായ അങ്ങനെ എന്തെങ്കിലും വല്ല സർവത്തോ കുടിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് കുടിക്കണം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത്രയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ആദ്യം അവിടെ ആ കാണുന്ന കടയൊന്നും ഒന്നുമില്ല, മുമ്പൊന്നുമില്ല. അതൊക്കെ പിന്നെ വന്നാണ്. എത്ര കാലമായി എന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ വന്നിട്ട് കുറേ ഇതില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയാൽ പാണ്ടിക്കാട് ടൗണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ പാണ്ടിക്കാട് ടൗണായി. അധികമില്ല, വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. പാണ്ടിക്കാട് ടൗണിലൊക്കെ ഉള്ള ദൃശ്യങ്ങൾ, കാഴ്ചകൾ, കടകൾ ഇതൊക്കെ നമുക്ക് വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പെടും. നമ്മൾ ഇനിയിപ്പോൾ ഏതായാലും തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോൾ നേരെ പോകുന്നതാണ് നമ്മൾ പന്തലൂർ ഹൈസ്കൂളിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അത് ഞാൻ കാണിച്ചു തന്നല്ലോ എല്ലാം. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ചായ, എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കട്ടെ. ഇപ്പോൾ മിൽമേൻ്റെയാണ് ഇവിടെ, നമ്മൾ ഹൈസ്കൂൾ റോഡാണിത്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഫ്രഷ് നെയ്യപ്പം ഒരു ചായയും അത് കുടിച്ച് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.